ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. തസ്ലീമ സുൽത്താനയാണ് കേസിലെ ഒന്നാം പ്രതി. ഇവരുടെ പ്രായപൂർത്തിയാകാത്ത 2 മക്കളും നടൻ ശ്രീനാഥ് ഭാസിയും പ്രധാന സാക്ഷികളാണ്. കഴിഞ്ഞ മാസമാണ് 3 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമയും കൂട്ടാളികളും പിടിയിലായത്. സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. സുധീഷ്, എന്താണ് വിവരങ്ങൾ ചേർത്ത് വയ്ക്കാനുള്ളത്? ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ കുറ്റപത്രമാണ് ഇന്ന് 11 മണിക്ക് ശേഷം ആലപ്പുഴ ജില്ലാ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 3 പ്രതികളാണ് പ്രധാനമായിട്ടുള്ളത്. അത് തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ, അക്ബർ അലി, അതോടൊപ്പം തന്നെ ഫിറോസ് എന്ന മണ്ണഞ്ചേരി സ്വദേശി, ഈ 3 പ്രതികളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസി, ചലച്ചിത്രകാരൻ ശ്രീനാഥ് ഭാസി പ്രധാന സാക്ഷിയാണ്. ശ്രീനാഥ് ഭാസി അടക്കം 5 പേരുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ 49 സാക്ഷികൾ കൂടിയാണ് ഈ കേസിൽ ഉള്ളത്. ഇതിലെ തസ്ലീമയുടെ 2 പ്രായപൂർത്തിയാകാത്ത മക്കളും സാക്ഷികളാണ്. ഇവരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. ഒന്നാം പ്രതി തസ്ലീമയാണ്. എന്തു തന്നെയായാലും വലിയ ഈ അടുത്തിടെ കണ്ടതിൽ വെച്ച് വലിയ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസ് തന്നെയായിരുന്നു. കോടികൾ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് കടത്തിക്കൊണ്ടുവന്നത്. ഇത് സിനിമാ മേഖലയിലേക്കാണ് വിതരണ ലക്ഷ്യം വെച്ചിരുന്നത് എന്നതാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർണായക വിവരങ്ങൾ കൂടി കുറ്റപത്രത്തിൽ ഉണ്ടാകുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നതും. വീണ. ഓക്കെ, ശരി സുധീഷ്.